ശ്രീ ആഷ്മി, ഈ പറയുന്നതിനകത്ത് യാതൊരു പിടിക്കപ്പെട്ടപ്പോൾ ആ പിടിക്കപ്പെട്ട ആളെ CPM-ന്റെ ഉന്നതനായ നേതാവായി നിന്ന് ആളെ പിടിച്ചപ്പോൾ ഇതിന് പിറകിൽ ആള് വരുന്നുണ്ടപ്പോൾ ഇവരെന്ത് പറയും? ഇവരെ സംബന്ധിച്ച് SIT എന്ന് പറയുന്ന അന്വേഷണ സംഘം ഹൈക്കോടതി നിയന്ത്രിക്കുന്നതുകൊണ്ട് അല്ലെ ഇത് എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പൊ ഇവർ മൊത്തം പിടിക്കപ്പെട്ടു. ഇനി എന്ത് ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ വാസു പാർട്ടിക്കാരനല്ല, അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും പോലും യഥാർത്ഥത്തിൽ ഇത് കക്കാൻ വലിയ ഗവേഷണം നടത്തി എന്നുള്ളതാണ്. ഈ ശബരിമലയിലെ സ്വർണം എങ്ങനെ കക്കാമെന്നുള്ളതിനെ പറ്റി പാർട്ടി ആലോചിച്ചിട്ടാണ്. കേവലം ഇത് വാസുവിന്റെ ബുദ്ധിയിൽ വന്നൊന്നല്ല, CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഒരു വിഭാഗം ആളുകൾ ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ഈ കക്കല്. അല്ലാതെ ശബരിമലയിലെ സ്വർണം കക്കാൻ അങ്ങനെ കഴിയോ? ഇത്രയും വലിയ കളവ് നടത്താൻ പറ്റുമോ? കട്ടിളപ്പാളി ഇളക്കി മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ അവിടെ ധാരപാലക ശില്പം സ്വർണ്ണം അടിച്ചു മാറ്റാൻ പറ്റുമോ? അപ്പൊ ഇവര് പാർട്ടി എടുത്ത ക്ലാസ് ആണ്. ഇവര് പിന്നെ ആരാ നിങ്ങളെ ആളിൽ പത്മകുമാർ ആരാ? നിങ്ങളുടെ നേതാവല്ലേ? ഇനി അന്വേഷിക്കട്ടെ. ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ആളെ എന്തിനാ കുന്തം വിഴുങ്ങാനാണ് അവിടെ വെച്ചത്? ഈ സാധനം കക്കുമ്പോ അയാൾ എന്താ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അയാൾ വാസു കക്കുമ്പോ നേതൃത്വം കൊടുക്കുമായിരുന്നു. അന്വേഷിച്ച കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങേണ്ട ആളാണ്. വളരെ കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ ഇതിന് പങ്കുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ നടക്കില്ല. എന്തിനു AKG സെന്റർ, നേരത്തെ പറഞ്ഞ ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് AKG സെന്ററിൽ പോയി ചർച്ച നടത്തിയ ആളാണ് വാസു. അത്രയേറെ പ്രിയപ്പെട്ടവനാണ് വാസു. ആ പ്രിയപ്പെട്ടവൻ സ്വർണം കട്ടാൽ ആ സ്വർണത്തിന്റെ പങ്ക് ഈ കടകംപള്ളി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ കൊടുത്തില്ലെന്ന് ആര് പറയാൻ പറ്റൂ? ഇവരൊക്കെ വീതിച്ചെടുത്തിട്ടുണ്ട്, ഒരു തർക്കമില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ അഴിമതിക്കെതിരായി പുറപ്പുറം തൂകുന്നവർ, സംസാരിക്കുന്നവർ, ശബരിമലയിൽ വീരപ്പം വന്നാൽ ഇവരെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. ചൂരൽമലയിലെ കായലിലും അവിടുത്തെ മലയിടുക്കുകളിലും ഒടുങ്ങിപ്പോയ മനുഷ്യന്റെ പണം അടിച്ചു മാറ്റിയ ഒരു പാർട്ടിക്ക് CPM-നെ കുറിച്ച് ഒരക്ഷരം പൈസ അടിച്ചു മാറ്റിയ പാർട്ടിയാണ്. ആ പാർട്ടിയാണോ CPM-നെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾ ശബരിമലയിൽ ഒരു തരി സ്വർണം പോയിട്ടുണ്ടെങ്കിൽ 2 തരി തിരിച്ചു കൊണ്ടുവച്ചിട്ട് CPM ഭരണം വിടും. ശബരിമലയിൽ സ്വർണം മുഴുവൻ തിരിച്ചു കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഭരണം വിടുകയുള്ളൂ. തിരിച്ചു കൊണ്ടുവെപ്പിക്കും. അത് കോൺഗ്രസ് പ്രവർത്തകരായാലും CPM പ്രവർത്തകരായാലും. അതുകൊണ്ട് ചൂരൽമലയിലെ പണം അടിച്ചുകൊണ്ടുപോയ ആളുകൾക്ക് ഈ കേരളത്തിൽ ഈ ധാർമ്മികതയെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരു അവകാശവും ഇല്ല. അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കരുത്. നിങ്ങൾ ചൂരൽമലയുടെ പണം തിരിച്ചുകൊണ്ടുകൂടെ? ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി പണം തിരിച്ചുകൊണ്ടുകൂടെ? പണം പിരിച്ചെടുത്ത് പാവപ്പെട്ട മനുഷ്യർ കൊടുക്കുക. അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. ഒരു വ്യക്തിയല്ല ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് ഒന്നാകെ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്ത് സമാധാനം കേരളത്തോട് പറയാനുള്ളത്? ആ ശീലമല്ലോ ആണോ CPM പരിശീലിപ്പിച്ചിരിക്കുന്നത്? 20 കോടി രൂപ ആക്രി പറക്കി കൊണ്ടുപോകുന്നത് ചെറുപ്പക്കാരി നാട്ടിലുണ്ട്. അങ്ങനെ അവരെ പരിശീലിപ്പിക്കുന്നത്. അല്ല ശബരിമലയിലെ സ്വർണം കൊണ്ടുവന്ന് AK സെന്ററിൽ കൊടുത്തിട്ട് ഈ പാർട്ടിക്കൊന്നും നേടണ്ട. ആ ശീലം നിങ്ങളുടെ പാർട്ടികൾക്കാണുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി പറഞ്ഞത് ആരായാലും നടപടി സ്വീകരിക്കുന്നു. 1,87,00,000 രൂപ അടിച്ചുകൊണ്ടുപോയ കോൺഗ്രസ് അഴിമതിക്കാരായ പാർട്ടിക്കാരെ ചിത്രീകരിക്കാൻ വേണ്ട. ശരി, ഓക്കെ ഞാൻ ശ്യാംരാജ് ഇവിടെ നോക്കൂ. അഴിമതി പണ്ടാരമാണ് നിങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.